നമസ്തേ, ധ്വനിയുത്തമൻ. ചില കാര്യങ്ങൾ കേരള ജനതയോട് പറയാതിരിക്കാൻ വയ്യ. മെട്രോമാൻ ഇ ശ്രീധരൻജി 3 പദ്ധതികളാണ് ഇന്ത്യൻ റെയിൽവേയോട് കേരളത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആ 3 പദ്ധതികളും നടത്തിത്തരാൻ റെയിൽവേ തയ്യാറാണ്. പക്ഷെ കേരളം തയ്യാറല്ല. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോടാണ് ഇ ശ്രീധരൻജി ഈ കാര്യം ആവശ്യപ്പെട്ടത്. എല്ലാം കേന്ദ്ര സർക്കാർ തയ്യാറാണ്. വർഷങ്ങൾക്ക് മുമ്പേ റെയിൽവേ അംഗീകരിച്ചതാണ് ഈ പദ്ധതികളെല്ലാം. പക്ഷേ കേരള സർക്കാർ തയ്യാറല്ല. എന്നാലും പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകാനാണ് റെയിൽവേ മന്ത്രി ഇ ശ്രീധരൻജിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ജനറൽ ബഡ്ജറ്റിന്റെ ഭാഗമായി റെയിൽവേയുടെ വാർഷിക പദ്ധതികൾ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോക പ്രശസ്തനായ, അങ്ങനെ തന്നെ പറയണം അല്ലെ, ടെക്നോക്രാറ്റ് ഇ ശ്രീധരൻജി റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവിനെ കാണുന്നത്. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞ പദ്ധതി നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാതയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് എന്ന കാര്യവും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിനപ്പോൾ തന്നെ റെയിൽവേ അംഗീകാരവും നൽകി. 2014 കേരള ബഡ്ജറ്റിൽ 6 കോടി അനുവദിച്ചുകൊണ്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആദ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ട് ചുമതലയും നൽകി. തൊട്ട് പിന്നാലെയുള്ള തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സർക്കാർ മാറി, പിണറായി വിജയൻ സർക്കാർ കയറി. അപ്പൊ തന്നെ ട്രഷറിയിൽ നിന്ന് ആ പണം പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചു. പകരം തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള റെയിൽ പാതയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. 2023 ഈ ശ്രീധരൻജി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. പക്ഷെ എന്ത് ചെയ്യാം, കേരള സർക്കാർ ഈ കാര്യങ്ങളോടൊന്നും സഹകരിക്കുന്നില്ല എന്നതായിരുന്നു മറുപടി. ഇവിടെ എന്താന്ന് വെച്ചാൽ 51% കേന്ദ്ര സർക്കാർ വഹിക്കും, 16% കർണാടക സർക്കാരും വഹിക്കും. ഏറ്റവും കൂടുതൽ ഇതിന്റെ ആനുകൂല്യം പറ്റുന്നതാരാ? കേരളമാണ്. 33% കേരളം വഹിക്കേണ്ടത്. പക്ഷെ എന്താ ചെയ്യാം, 33% കൊടുത്ത് കേരളം അത് ചെയ്യാൻ തയ്യാറല്ല. 2015 അതിന്റെ ചെലവ് എന്ന് പറയുന്നത് 6000 കോടിയായിരുന്നെങ്കിൽ ഇന്നത് 48,000 കോടിയായിരിക്കണം. എന്നാൽ ഈ പദ്ധതിക്ക് ഇന്നും കേന്ദ്രം ഓക്കെയാണ് കേട്ടോ. ഇതിനൊക്കെ ബദലായിട്ട് കേരളയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു, ഒരു അനക്കമില്ല. അപ്പൊ മന്ത്രിയും മെട്രോമാനും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇനി അത് നോക്കിയിരുന്ന് സമയം കളയുന്നതിൽ അർത്ഥമില്ല എന്ന്. എന്നാൽ മറ്റൊരു ഹൈസ്പീഡ് റെയിൽ പാതയെക്കുറിച്ച് ഇ ശ്രീധരൻജി മന്ത്രിയോട് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഹൈസ്പീഡ് പാത. വിശദ വിവരം തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തോട്. എന്നാൽ കേരള സർക്കാർ എന്ത് നിലപാടെടുക്കും? അടുത്ത 2ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് പമ്പയിലേക്ക് ഒരു ഹൈസ്പീഡ് പാത. ചെങ്ങന്നൂരിൽ നിന്നും ശബരിമലയിലേക്ക് പമ്പ വരെ പോകാൻ ഒരു ഹൈസ്പീഡ് പാത. 45 മിനിറ്റിൽ 3 മിനിറ്റ് കൂടുമ്പോ ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഇരട്ട പാതയാണ് ഉദ്ദേശിക്കുന്നത്. 9,000 കോടി രൂപയെ ചെലവ് വരുന്നുള്ളൂ. ഇത് കേരളത്തിലെ ഒരു മികച്ച പദ്ധതി തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ ശബരിമല യാത്ര പൂർണ്ണമായും ട്രെയിനിലായിരിക്കും. മാത്രമല്ല റോഡിലെ തിക്കും തിരക്കും അവസാനിപ്പിക്കാം, അപകടങ്ങളും ഒഴിവാക്കാം, ഭഗവാനെ ഭംഗിയായിട്ട് പോയി തൊഴുതു വരാം. ഈ പദ്ധതിക്കും മന്ത്രി ഓക്കെയാണ്, DMRCയും ഓക്കെയാണ്. പക്ഷെ കേരള സർക്കാർ ഓക്കെ അല്ല. ഇനി 3ാമത്തെ പദ്ധതി മുംബൈയിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക്. മോദിജി തിരുവനന്തപുരത്ത് സന്ദർശനത്തിന് വരുമ്പോ ഈ പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടുത്ത് അതിനുവേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായി ഈ ശ്രീധരൻജി പറഞ്ഞിട്ടുണ്ട്. ഈ വഴിമുടക്കുകൾ ഇങ്ങനെ സംസ്ഥാനം ഭരിക്കാനിരിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ ശ്രീധരൻജി അദ്ദേഹം ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ല. പക്ഷെ നമുക്ക് വേണ്ടി അതായത് ഈ 3 പദ്ധതികൾ കേരള സർക്കാർ തള്ളിക്കളയുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പാലക്കാട്ടുകാർക്ക് കയ്യിൽ പാൽപായസം വെച്ച് കൊടുത്തു. അവരത് പുറംകാലോണ്ട് തട്ടിത്തെറിപ്പിച്ച് എടുത്തുകൊണ്ട് വന്ന ഒരു വ്യക്തി ആരായിരുന്നു? ഇപ്പൊ അയാൾ എവിടെയാ കിടക്കുന്നത്? അയാളുടെ MLA ഓഫീസിലേക്ക് ഒരു സ്ത്രീക്ക് കയറി ചെന്ന് ഒരു നിവേദനം കൊടുക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത്. നമ്മൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തികള് കേവലം രാഷ്ട്രീയം മാത്രമല്ല, നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള ആളായിരിക്കണം. നമ്മുടെ അടുത്ത തലമുറ നമ്മളെ പോലെ കഷ്ടപ്പെടാതെ അവർക്ക് സുഗമമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വിരൽ തുമ്പിലൂടെ നമ്മൾ കൊടുക്കുന്ന വോട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയെങ്കിലും വോട്ട് ചെയ്യാനായിട്ട്. ഇത്ര നാളുകൾക്ക് ശേഷവും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ചെറിയ നഷ്ടമല്ല നമ്മൾ വരുത്തിവെച്ചത് എന്ന് ഓർമ്മിപ്പിക്കണം.